ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണാറായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവനെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ ഒരു കിരീടവും 12 നക്ഷത്രവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദന കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവേ, കുരുവാക്കിയ ദൈവകരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ കൂടെ കർത്താവേ, അനേക ജാതികളെ കണ്ണ് തുറക്കപ്പെടട്ടെ. സത്യമറിയും സത്യത്തിനെ സ്വതന്ത്രനാക്കുമെന്ന് പറഞ്ഞതുപോലെ അനേക കണ്ണുകൾ കുരുടാക്കി വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലം തുറക്കപ്പെടുവാൻ, ഈ വചനത്തിന്റെ ആഴങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ വചനവാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് ഒരാത്മരക്ഷ ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിടെ നല്ല പിതാവേ, ആമേൻ. വേദപുസ്തകത്തിൽ വെളിപ്പാട് 12, ആമേൻ, വെളിപ്പാട് 12 വെളിപ്പാട് 11 7 വർഷത്തിന്റെ ഒരു ചരിത്രമാണ് അവിടെ കിടക്കുന്നത്. ഈ 7 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ 3.5 വർഷം 11 വരും, അടുത്തൊരു 3.5 വർഷം 12 വരും. ആമേൻ. മഹാ ഉപത്തരകാലം ഇതാണ് അവിടെ നടക്കുന്നത്. ആ മഹാ ഉപത്തരകാലത്തില് രണ്ടാമത് വരുന്നതാണ് ഈ 12-ാമത്തെ ആയം. ഈ 12-ാമത്തിൽ സ്വർഗത്തിൽ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, തലയിലൊരു കീടവും 12 നക്ഷത്രവും, ഗർഭിണിയായി വേദനപ്പെട്ടു. ഇത് കത്തോലിക്ക വിശ്വാസികൾ കൊണ്ടുവരുന്നത് കന്യമറിയ എന്നാണ് കൊണ്ടുവരുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ അത് കന്യമറിയല്ല. എന്ന് പറഞ്ഞാൽ ഭൂമിയിലാണ് മറിയ ഉണ്ടായിരുന്നത്, സ്വർഗരാജ്യത്തിൽ മറിയയില്ലായിരുന്നു. ഭൂമിയിലാണ് മറിയയുടെ ഉത്ഭാവനം. മറിയ ഭൂമിയിലിരിക്കുമ്പോഴാണ് ദൈവദൂതൻ ആ കുടിലായ വീട്ടിലാണ് ഇറങ്ങി വന്ന് പറഞ്ഞു, മറിയെ, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. നീ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇങ്ങനെയാണ് ദൂതൻ വന്ന് പറഞ്ഞത്. അത് ഭൂമിയിൽ നടന്ന അടയാളമാ, ഇത് സ്വർഗരാജ്യത്തിൽ നടക്കുന്ന അടയാളമാ. അപ്പൊ ഭൂമിക്കും മേലുണ്ട്, സ്വർഗരാജ്യത്തിനും മേലുണ്ട്. ഇന്ന് മനസ്സിലാക്കിക്കുക, ഭൂമിയിലുള്ളത് അവിടെ പണിയപ്പെടുന്നു, ഇത് സ്വർഗരാജ്യത്തുള്ള പണിയിലാണ്. സ്വർഗരാജ്യത്തിൽ എന്ത് പണിയിൽ കെട്ടുപണിക്കുള്ള എല്ലാം അവൻ അന്ത്യകാലത്ത് നടക്കുന്ന അവൻ പ്രതിസന്ധികളെ വെളിപ്പെടുത്തുന്ന വേദപുസ്തകം. അപ്പൊ അന്ത്യകാലത്താണ് ഇത് സ്വർഗരാജ്യത്തിൽ നടക്കുന്നത്. ഈ സ്വർഗരാജ്യത്തിൽ നടക്കുന്നവര് ഇവര് പറയുന്നു വേളാങ്കണ്ണി എന്നാണ് പറയുന്നത്. പക്ഷെ വേദപുസ്തകത്തിൽ ഒരു കണ്ണിയുമല്ല. ഈ സഹോദരിയെ കുറിച്ച് ചിന്തിക്കുമ്പോ വെളിപ്പാട് 4 പറയുന്നു, ഇവിടെ കയറിയ ഇനി സംഭവിക്കണം, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തുള്ളത് ഇവിടെ വെളിപ്പെടുത്തുന്നു. അന്ത്യകാലമാണ്. അവൻ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പെയാണ് ഇതൊക്കെ ഓരോ ചരിത്രങ്ങൾ വരുന്നത്. അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് മുമ്പെയാണ് ഈ ചരിത്രം രൂപീകരിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 666 കഴിഞ്ഞത്. ഈ 12 കഴിഞ്ഞിട്ടാണൊക്കെ വരുന്നത്. അതിനു മുമ്പെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്നത്. ഇവർ കൊണ്ടുവരുന്നത് അതാണ്. അവൻ പക്ഷെ വേദപുസ്തകം പറയുന്നു ഇത് തെറ്റായ ഒരു കർമ്മമാണ്. അവർ പറയുന്നു, നിങ്ങൾക്ക് നിറയെടുത്ത് കാണാറിയാം, സൂര്യൻ അണിഞ്ഞ സ്ത്രീ, തലയിൽ ഒരു കീടവും 12 നക്ഷത്രവും കാൽക്കുള്ള ഒരു ചന്ദ്രനും, ഇങ്ങനെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിച്ചിട്ട് അവൻ ഈ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു വയ്ക്കുക. ഇവര് പറയുന്നു വേളാങ്കണ്ണി മാതാവാണെന്ന്. പക്ഷേ ബൈബിൾ പറയുന്നു ഇത് വേളാങ്കണ്ണി മാതാവല്ല. ഈ സ്ത്രീ ലോകത്തിൽ ഇവരേക്കും ജനിച്ചിട്ടില്ല. അതാണ് ചരിത്രം. ഈ സ്ത്രീ ജനിക്കണമെങ്കിൽ മഹാ ഉപത്തരകാലം, അപ്പോഴാണ് ഈ സ്ത്രീ വരുന്നത്. അത് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്, ഭൂമിയിൽ നിന്ന് വെളിപ്പെടുന്നില്ല. ഭൂമിയിൽ നിന്ന് വെളിപ്പെടുന്ന സ്ത്രീയില്ല, ഇത് സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തുന്ന സ്ത്രീയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ ഭൂമിയിലാണ് എല്ലാവരും കൊണ്ടാടുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടാടുന്നത് ഭൂമിയില്ല, സ്വർഗത്തിലാണ് അവൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ മനസ്സിലാക്കണമേ, ഇവര് കൊണ്ടുവരുന്ന ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഇവരാണ് വിണ്ണരസിന്ന് കൊണ്ടുവരുന്നത്. ഇവരെയാണ് വിണ്ണരസിന്ന് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ആകാശ രാജ്ഞി എന്നാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഈ സ്ത്രീ ആയവൾ ആകാശ രാജ്ഞിയായിട്ട് ഈ ലോകത്തിൽ ജനിച്ചവളല്ല. ഈ സ്ത്രീ ഇതുവരെയ്ക്കും ഈ ലോകത്തിൽ ഇന്നേയോടെ കാലം ഈ സ്ത്രീ ലോകത്തിൽ ജനിച്ചിട്ടില്ല. ആമേൻ. അപ്പോ ഇന്ന് മനസ്സിലാക്കണമേ, ഇന്നേയോടെ കാലം ഈ സ്ത്രീ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ലോകത്തിൽ അറിഞ്ഞിട്ടുമില്ല, ലോകത്തില്
ഉത്ഭാവിച്ചിട്ടുമില്ല. അപ്പൊ മനസ്സിലാക്കണമേ, ഈ സ്ത്രീയെ കുറിച്ച് വേദപുസ്തകത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ സ്ത്രീ ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് വെളിപ്പെടുന്നവളാണ്. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അപ്പോ മനസ്സിലാക്കണേ, ഇവള് ഗർഭിണിയായി വേദനപ്പെട്ടു. മനസ്സിലാക്കണമേ, ഇവള് വേദനപ്പെട്ടു ഇവള് പ്രസവിച്ച ഉടനെ ഈ കുഞ്ഞ് ദൈവരാജ്യത്തിൽ എടുക്കപ്പെട്ടു. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ വടിയോട് ഇതിന്റെ അർത്ഥം ജയാളിയെ കുറിക്കുന്നതാ. ജയിക്കുന്നവർ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കും. അതാണ് ജയിക്കുന്നവരാ സിംഹാസനത്തിരിക്കുന്നത്. അപ്പോ യേശുവിനോട് സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ് ഈ വടി അല്ല അധികാരം. ഇതോടെ അവരെടുക്കപ്പെടുന്നത് മുകളിൽ. അപ്പൊ സ്വർഗരാജ്യത്തിൽ എടുക്കപ്പെട്ടിട്ട് അവൻ സ്ത്രീ ആയവളെ എന്തെന്നറിയാമോ, ഈ വലിസർപ്പം അടുത്ത് കേട്ട് വായിക്കുമ്പോൾ ഒരു വലിസർപ്പം വരിക, 7 തലയും 10 കൊമ്പുള്ള ഒരു വലിസർപ്പം വരിക. ഈ സ്ത്രീയെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഈ സ്ത്രീ ആയവൾ എവിടെ പോയി? സ്ത്രീയെടുത്ത് പിശാച് പറഞ്ഞു, നീ ദൈവത്തിന് ആരാധിക്കുന്ന ഉപത്തരിക്കാൻ പറഞ്ഞപ്പോ പിശാച് ഇവിടെ ഉപത്തരിക്കാൻ തുടങ്ങി. ദൈവം ഈ സ്ത്രീക്ക് 2 കഴുകന്റെ ചിറക് കൊടുത്തു. ചിറക് കൊടുത്തപ്പോ പറന്നെന്ത് ചെയ്യണമോ, ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമി എന്നത് കള്ളപ്പെട്ടവരെ കൂട്ടമാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ കള്ളപ്പെട്ട കൂട്ടം, അതിന്റെ അർത്ഥം അതാണ്. അപ്പോ ഈ സ്ത്രീ അപ്പോ പിശാചാകുന്നവൻ അവന്റെ വാലുകൊണ്ട് 3 നക്ഷത്രത്തിലെ ഭൂമിയിലേക്ക് വലിച്ചു തള്ളിയിട്ടു. അവൻ സ്ത്രീ ആൾക്ക് ഭൂമി ഇങ്ങനെ തുറന്നു. അവൻ നദി പോലെ വെള്ളം ചാടിച്ചു കളഞ്ഞു. അപ്പോ മനസ്സിലാക്കണമേ, ഈ സ്ത്രീ മറിയല്ല. മറിയ ഭൂമിയിലാ ജനിക്കപ്പെടുന്നത്, ഈ സ്ത്രീ സ്വർഗരാജ്യത്തിലാ ജനിക്കപ്പെടുന്നത്. അപ്പൊ രണ്ടിനും 2 വ്യത്യാസമുണ്ട്. ഇവരെല്ലാവരും പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ഈ സ്ത്രീയെ കുറിച്ചാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു ഈ സ്ത്രീ അല്ല, ഇത് മറിയല്ല. ഇത് ബൈബിൾ പറയുന്നു വെളിപ്പാട് പുസ്തകം അന്ത്യകാലത്ത് നടക്കുന്നതാണ്. ഇതുവരയ്ക്ക് ഇതിന്റെ പുള്ളിയോ തെറ്റാതെ ഭയത പുസ്തകം അടുക്കടുക്ക വരിക, ചട്ടങ്ങൾ ഇങ്ങനെ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് വരിക. അപ്പൊ ഇന്ന് രാത്രി മനസ്സിലാക്കണമേ, ഈ സ്ത്രീയെ കുറിച്ച് പലരും പല അഭിപ്രായം പറയുന്നു. പക്ഷേ ബൈബിളിന്റെ അഭിപ്രായം ഇതിലാണ് നീങ്ങുന്നത്. അവൻ യേശുവിനെ കാണുന്നവൻ തന്റെ ജീവനെ കണ്ടെത്തി എന്നാ പറയുന്നത്. പക്ഷെ ഇന്ന് യേശുവിനെ കാണുന്നവര് കാണാതെ ജീവനെ കണ്ടെത്താൻ പറ്റുമോ? ലോകത്തിലുള്ള ആചാരകർമ്മങ്ങൾ കൊണ്ട് ദേശം മുങ്ങിക്കിടക്കുക. ദൈവത്തിന് ആരാണെന്ന് അറിയാതെ, അവർക്ക് ദൈവത്തിന്റെ പരിജ്ഞാന പൂർത്തിയിൽ ആരാധിക്കാൻ കഴിയാതെ അവരെ സ്വന്തം മോഹങ്ങൾക്ക് ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏത് ഹൃദയത്തിൽ ഇഷ്ടമോ അത് ദൈവം ഏൽപ്പിക്കുന്നു. അതാണ് റോമർ 1:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തിന് ഏത് ഇഷ്ടമുണ്ടോ ആ ഇഷ്ടത്തിലേക്ക് നിങ്ങൾ യേശുവിനാണ് ഇഷ്ടം, അല്ലെങ്കിൽ യേശുവിൽ കൂടെയുള്ള പരിശുദ്ധാത്മാവാണ് ഇഷ്ടം എങ്കിൽ നിങ്ങൾ അതിലേക്ക് ദൈവം നിയോഗിച്ച്, നിങ്ങൾ ലോകത്തിൽ ഏത് ഇഷ്ടമോ അതിലേക്ക് ദൈവം അയക്കും. അവൻ ഈ ലോകത്തിന് അവൻ ആ മതത്തിന് പോകുമ്പോ അതിലേക്ക് ദൈവം വിടും. അടുത്ത് CSI പോകുമ്പോ നിങ്ങളുടെ ഹൃദയത്തിന് ഇഷ്ടപ്രകാരമാണ് ദൈവം ഏൽപ്പിക്കുന്നത്, അതിലേക്ക് അങ്ങ് പോയി വിടും. അവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോ ജനത്തിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ്. അപ്പോസ്തലപ്രവൃത്തിയില് 16-ാം അധ്യായത്തില് പൗലോസ് ശീലാസ് ദൈവത്തിന്റെ വചനം സംസാരിച്ചപ്പോ ലുദിയ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടു. അങ്ങനെ കേട്ടപ്പോഴാണ് അവളെ ഹൃദയത്തെ തുറന്നത്. അങ്ങനെ പലരും ഹൃദയത്തെ തുറന്നവരായി ഇവിടെ ഇരിക്കുന്നവര്. ഇന്ന് പലരുടെ ഹൃദയങ്ങളും തുറക്കപ്പെടുന്നില്ല. പിന്നെ എങ്ങനെ അവർ രക്ഷിപ്പിലേക്ക് വരും? ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ ഒരു വ്യക്തിയുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ അവർ പിറങ്കാലം കൊണ്ട് ചവിട്ടിയേറിയല്ല, അവർ പന്നിക്കൂട്ടത്തിന് തുല്യമാണ്. പന്നി എത്ര തന്നെ കുളിപ്പിച്ച് കൊണ്ട് കട്ടിൽ കിടന്നാൽ അവിടെ പോകും, അതിന്റെ മൂക്കും കൊണ്ട് ചെളിയിലേക്ക് പോകുള്ളൂ. അവര് അങ്ങനെയാണ് ഇന്നിരിക്കുന്ന ദൈവത്തിന് അറിയാതെ അവര് മൂക്കമിടം വെച്ച് വളർന്ന് നടക്കുന്നു. തേരിൽ പൂര ഉണ്ടാകുന്നു, തേരിൽ പൂവാരി എഴുതിട്ട് കൊടുക്കുന്നു, പൂ എന്തിന് കൊടുക്കുന്നത്? അവര് ദൈവത്തിന്റെ പ്രസാദത്തിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അത് പൂ വേറെ വീഴുന്നത് എവിടെ വരുന്നത്? തറയിലെ വീഴുന്നത്. അവരെ ദൈവത്തെ അവിടെ ചവിട്ടി വിധിക്കോ? ഇതാ മനസ്സിലാക്ക. എന്റെ ജനങ്ങൾ പരിജ്ഞാനമില്ലാൽ തെറ്റിപ്പോകുന്നു.
അപ്പോ മനസ്സിലാക്കുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ പറയുന്നു, യെരമ്യാ വ്യക്തമായി പറയുന്നു, യെരമ്യാവിന്റെ കാലത്താണ് ദൈവത്തിന് വിട്ടിട്ട് അവൻ ഈ ആകാശരാജ്ഞി ആരാധിച്ചുള്ളത്. യെരമ്യാവിന്റെ കാലത്തുള്ള ചരിത്രമാണ് ഇവർ കൊണ്ടെടുത്തുകൊണ്ട് വരുന്നത്. ഇവർ ചോദിച്ച പറയും, ഞങ്ങൾ ആദ്യം വന്നവരെന്ന് പറയും. വേദപുസ്തകത്തിൽ ആദ്യം വന്നത് അവൻ ദൈവത്തിന്റെ ആചാര കർമ്മങ്ങളല്ല, ദൈവത്തിന്റെ ആദര വിഘ്നാരാധന ആദ്യം വന്നതോ ബലിയുടെ ആരാധന. ബലിയിട്ടാണ് ആരാധിക്കുന്നത്. ആ ബലിയുടെ കർമ്മങ്ങളാണ് ആദ്യം വരുന്നത്. എന്താ ബലി വരാൻ കാരണം? ആദാമിന്റെ തെറ്റുമുഖാന്തരമാണ് ബലിയിടാൻ കാരണം. അല്ലെങ്കിൽ ക്രിസ്തു ആട്ടുകുട്ടി ഒരിക്കലും അടിക്കപ്പെടേണ്ടയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണമേ, യേശുവിനെ യഥാർത്ഥമായി തേടിയെത്തിയ പലരും നിങ്ങളെ യേശു മുമ്പായി തേടി വന്നവരാ. ഇന്ന് നിൽക്കുന്നവർക്ക് ആർക്കും യേശുവിനെ തേടി വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയ മോഹങ്ങൾക്കൊത്തവണ്ണ ദൈവം നടത്തുക. അവരെ ചിന്തയില് അവരെന്തരായി? നിരൂപണരായിപ്പോയി. അവരെ ചിന്തയില അവര് നിരൂപണായി. എന്നാൽ കാണുന്നതെല്ലാം ദൈവമാക്കി കഴിഞ്ഞു. അക്ഷയരായ ദൈവത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. പെണ്ണുങ്ങളെ ദൈവമാറ്റി അവൻ ഇളജാതികളെ ദൈവമാറ്റി. അങ്ങനെ ചരിത്രങ്ങൾ വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നത്, യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. യേശുവിനെ വിശ്വസിക്കാത്തവർക്ക് അവർ യേശു പറഞ്ഞ കൽപ്പന മുഖാന്തരം ഇല്ലാതെ ആര് വിശ്വസിക്കുന്നോ അവർക്ക് രക്ഷിപ്പില്ല. യേശുവിന്റെ വചനത്തിന്റെ ഈ 66 പുസ്തകത്തില് യേശുവിന്റെ വചനത്തിന്റെ ആഴങ്ങളുണ്ട്. ഈ ആഴങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടുപിടിച്ച് രക്ഷയുടെ സന്ദേശത്തിൽ നടക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, അല്ലാത്തവർക്ക് നിത്യജീവനില്ല. ദൈവം ഒരാള് ഉണ്ടാക്കി അത് വായിച്ച് പ്രതിഷ്ഠിക്കുന്നില്ല ദൈവം. അവൻ ദൈവങ്ങളെ വായിക്കാൻ കിട്ടുമോ? സത്യദൈവങ്ങളെ എവിടെയെങ്കിലും വായിക്കാൻ കിട്ടുമോ? പക്ഷേ ഇന്ന് അനേക കടയിലും ദൈവങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, പല ദൈവങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ചിലത് കണ്ണാടിക്കൂട്ടിനകത്ത് വെച്ചിരിക്കുന്നു, ചിലത് അല്ലാതെ കണ്ണാടിക്കൂട്ടില്ലാതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിന്റെ മുകളിൽ വന്നൊരു പക്ഷി പറയുന്നത് എന്ത് ചെയ്യുന്നു? എല്ലാം രണ്ടിന് പോകുന്നു. അത് നിങ്ങൾ വിപുലീകരണത്തിൽ എടുത്ത് വായിച്ചാൽ ഫറാക്കിന്റെ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അവരൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി, അത് ഉണ്ടാക്കി അത് പെയിന്റ് അടിച്ച് വെള്ളരി തോട്ടത്തിൽ തൂണ് പോലെ അത് കൊണ്ട് പ്രതിഷ്ഠിച്ച് വയ്ക്കുന്നു. അതിന് പെയിന്റ് അടിച്ച് കൊടുത്തിട്ട് അതിന്റെ മേലെ സകല പക്ഷികളും വന്ന് മുകളിലിരുന്ന് അതിന്റെ തലയിൽ മുകളിലിരുന്ന് രണ്ടിന് പോകുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കണമേ, ഇതെല്ലാം വേദപുസ്തകത്തിലെ വചനമാ. എവിടെ എന്റെ ബൈബിളിനകത്ത് വിപുലീകരണത്തിനകത്ത് ഇരിക്കുന്നു. കത്തോലിക്ക വിശ്വാസികൾക്ക് ഇതെടുത്ത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇതെല്ലാം ഇവിടെ കിടക്കുന്നു. നിങ്ങൾ ഏത് ആചാര കർമ്മത്തിലിരിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവിന് അവൻ ഹൃദയപൂർവ്വം ആരാധിക്കാൻ പറ്റാതെ സ്വന്തം മനസ്സാക്ഷിക്കൊത്തവന് അവർ അലഞ്ഞു നടക്കുന്നു. കാണുന്നതെല്ലാം മനുഷ്യരെ ദൈവമാക്കുന്നു. മനുഷ്യരൊന്നും ദൈവമല്ല. അവൻ എങ്കിൽ ഇവരുണ്ടാക്കിയ വിഗ്രഹങ്ങള് ഒന്നെങ്കിലും ജീവനുണ്ടോ? ഇല്ല. പാവമറിയാത്തവരെ നാം ദൈവത്തിൽ നീതിയാവാൻ അവൻ നമുക്ക് വേണ്ടി പാവമായി മാറി. ഇന്ന് പാവം എന്താണെന്ന് ജനത്തിൽ അറിയില്ല. ചെയ്യുന്നതെല്ലാം പാവമാ, പ്രവർത്തിക്കുന്നതെല്ലാം പാവമാ, ചിന്തിക്കുന്നതെല്ലാം പാവമാ. അപ്പൊ നിങ്ങളുടെ ചിന്തയിലാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അവൻ നിങ്ങളുടെ ചിന്തയില് ആത്മാവ് പുതുക്കം പ്രാപിച്ചവരായിരിക്കണം. ഇന്ന് രാത്രി എന്നൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കണമേ, ഒരു മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തോട് തീർന്നതല്ല. നിങ്ങൾക്കൊരു നിത്യത ഉണ്ടെന്ന് ഒരു വ്യക്തി ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവരിലേക്ക് വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊള്ളത്. ദൈവത്തിന്റെ വചനം കേൾക്കാതെ കാതോർത്ത് പറയുമ്പോ കേൾക്കാതെ കാതിങ്ങനെ തിരിച്ചു കളയുന്ന ഒരു ശപിക്കപ്പെട്ടവരെന്നാ പറയുന്ന വേദപുസ്തകം. ദൈവത്തിന്റെ വചനത്തെ ഉദാസീനത്തോട് ചെയ്യുന്നവർ ശപിക്കപ്പെട്ടവരെന്ന് വേദപുസ്തകം. 1 കൊരിന്ത്യർ 16 വായിച്ചു നോക്കി. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാ. യേശുവിനെ സ്നേഹിക്കാതെ ലോകത്തിൽ കാണുന്ന മനുഷ്യരെ സ്നേഹിക്കുന്നവർ ശപിക്കപ്പെട്ടവനാ. അപ്പൊ മനസ്സിലാക്ക്, യേശുവിനെ സ്നേഹിക്കാതെ ബൈബിൾ പറയുന്നത്. യേശുവിനെ സ്നേഹിക്കാതെ ലോകത്തിൽ കാണുന്നതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കി വെച്ച് സ്നേഹിക്കാൻ പറ്റുമോ? യേശു വിശുദ്ധമുള്ള ദൈവം, മറ്റുള്ളവരും വിശുദ്ധരല്ല. അവര് പറയുന്നു, അവര്
സ്വർഗത്തിൽ കയറിയവനല്ലാതെ പിതാവിന്റെ മുമ്പിൽ ആരും എത്തിയിട്ടില്ല. സ്വർഗത്തിലുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ ഭൂമിയിലുള്ളവർ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കും യേശു ചോദിച്ചു. അപ്പോ മനസ്സിലാക്കണം, നിങ്ങള് സ്വർഗത്തിന്റെ രഹസ്യം അറിയാവുന്ന ഒരേ ഒരാളാവുന്ന യേശു ക്രിസ്തുവാ. യേശു അല്ലാതെ സ്വർഗത്തിൽ ആരും കയറിയിട്ടുമില്ല. സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ പിതാവിനെ കുറിച്ച് അറിയാൻ പറ്റൂ, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. യേശുവിനെ ഞാനും പിതാവ് ഒന്നായിരിക്കുന്നു. എപ്പോഴും പല യോഹന്നാനോ ഞാനും പിതാവ് ഒന്നായിരിക്കുന്നു പലയിടത്തും പറഞ്ഞു. ഇവര് പറയുന്നു അവൻ ജീവനോട് അങ്ങ് എടുക്കപ്പെട്ടു എന്ന്. വേദപുസ്തകത്തിനകത്ത് രണ്ട് വ്യക്തികളെ ജീവനോട് എടുക്കപ്പെട്ടത്, ഒന്ന് ജീവനെടുക്കപ്പെട്ടത് ഏലിയാവെന്നും ഹാനോക്കുമാണ് ജീവനോട് എടുക്കപ്പെട്ടത്. അതാ 11-ാം അധ്യായത്തില് അവര് വീണ്ടും ഈ ഭൂമിയില് തിരിച്ചിറങ്ങിയവര് ഈ ഭൂമിയിൽ ഒരുത്തൽ മരണാസന എഴുതിയത് ഫെബ്രുവരി 9 പറയുക, മരണാസന എഴുതിയവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരാവൻ മരിക്കണം. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജഡശരീരം മരിച്ച് ആത്മശരീരമായി ഉയർപ്പിച്ചതുപോലെ ഇവർ രണ്ടുപേര് അവര് ജീവനോട് എടുക്കപ്പെട്ടു ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ മരിക്കത് അവര് പറയുന്നു, അവരൈതികം പറയുന്നു, ഇങ്ങനെ ഉടലോടെടുക്കപ്പെട്ടു 40 ദിവസം കഴിഞ്ഞ് വാനമണ്ഡലത്തിൽ ഇരിക്കുന്നത് കഴിഞ്ഞിട്ട് പരിശുദ്ധമാക്കി സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുന്നത് തെറ്റായ ആചാരങ്ങള്, തെറ്റായ ആചാര കർമ്മങ്ങള്, ദൈവത്തിന്റെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കാൻ കഴിയാതെ സ്വന്തം രൂപങ്ങളില് സ്വന്തം നിരൂപണങ്ങളില് അവർ എഴുതി വെച്ച് സ്വന്തമായി ചട്ടക്കൊണ്ടുണ്ടാക്കി അവര് ആരാധിക്കുന്ന ഒരു കൂട്ടര്. അപ്പോ മനസ്സിലാക്കേ, ഇതൊന്നും ദൈവികാചാര കർമ്മങ്ങളല്ല. ദൈവികാചാര കർമ്മം എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും ഒന്നാകുന്നു. അതാണ് അർത്ഥം. ദൈവത്തോട് ചേരുന്നത്, ദൈവത്തോട് ചേരുന്നത് നിങ്ങളുടെ ഹൃദയം ചേരുന്നു, ദൈവത്തോട് ചേരുന്നു, ദൈവത്തിന്റെ ഹൃദയം നിങ്ങളോട് ചേരുന്നു. അതാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ഭൂമിയിൽ കളങ്കമില്ലാത്തവര്. ബാക്കി എല്ലാരും ആമേൻ കളങ്കമുള്ളവരാ, അല്ലെങ്കിൽ നിഷ്കളങ്കമില്ലാത്തവരാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം ഒന്നാകുമ്പോ ഒരു വ്യക്തി നിഷ്കളങ്കനായി മാറും. ഇന്നിരിക്കുന്ന എത്ര പേര് നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുത്തരെ കുറിച്ച് തെറ്റായ അഭിപ്രായം പറഞ്ഞാലും അവർക്കില്ലാത്ത കാര്യം പറഞ്ഞാലും അത് കുത്തുണർവുണ്ടാവും. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് കുത്തുണർന്ന അവരാ നിഷ്കളങ്കര്. അവർ വേണമെങ്കിൽ മാപ്പും ചോദിക്കും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. അവരാ നിഷ്കളങ്കര്. ബാക്കിയുള്ളവർ നിഷ്കളങ്കല്ല. നിഷ്കളങ്കര് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അവരെ പ്രവർത്തിയെ പോലെ ഒന്നേപോലെ അറിയുന്നതാണ് നിഷ്കളങ്കര്. യേശു ഒരു നിഷ്കളങ്കൽ മാർക്കത്താൽ വെളിപ്പെട്ടു, യോബ് നിഷ്കളങ്ക മാർക്കത്താൽ വെളിപ്പെട്ടു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണമേ, നിങ്ങൾക്ക് നിഷ്കളങ്കം ഉണ്ടാകണം. ലോകത്തിന്റെ മറ്റവര് നടക്കുമ്പോൾ നിങ്ങളെ നടക്കാൻ ദൈവം വിളിച്ചില്ല. ഇത് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദത്തെടുക്കപ്പെട്ടിരിക്കുന്നു, ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ദത്തെടുത്തവനാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിൽ മറ്റൊരു നടക്കുമ്പോൾ നിങ്ങളെ നടക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. നിങ്ങൾ വിശുദ്ധിയോട് നടക്കണം. നിങ്ങളെ ചിന്തയിൽ നിങ്ങൾ രൂപനാകരുത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ചിന്തയുള്ളവരായിരിക്കണം. നിങ്ങളുടെ രൂപണങ്ങള് ദൈവത്തുള്ളതായിരിക്കണം. മറ്റുള്ള ഒരു രൂപണങ്ങളും നിന്റെ ഉള്ളിൽ ഉണ്ടാകരുത്. നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു രൂപണങ്ങൾ ഉണ്ടാകുമോ നിങ്ങൾ ശരീരരായി പോകുന്നു, ലോകത്തിലുള്ളവരാരും പോകുന്നു. അതാണ് പറയുന്നത്, അവിശ്വാസിയോട് ഇളയല്ല പ്രണ കൂടരുത്. ദൈവാലയത്തിനും വിഗ്രഹത്തിനും ചേർച്ച എന്ത്? നമ്മളല്ലോ ദൈവത്തിന്റെ ആലയം. ലോകത്തുള്ള മനുഷ്യരോടും നമുക്ക് എന്തോ ഓഹരി, രക്ഷിക്കപ്പെടാത്തവരോട് ഒരു ഓഹരി ഇല്ലെന്നാണ് അവസ്ഥ പറയുന്നത്. രണ്ടു ഓഹരിയിലുള്ളത് ഒരു ഓഹരിയിലില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് നമുക്ക് ഓഹരിയുള്ളൂ. അവിടെ വായിച്ചോട്ടെ, നിങ്ങൾ അവിശ്വാസികളോട് ഇടയിലപ്പെട കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് വ്യത്യാസം? വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? മനസ്സിലാക്കോ? ഇരുട്ടിനും വെളിച്ചത്തിനും നിനക്കെന്ത് കൂട്ടായ്മ?
ബലിയാളിനും നിനക്കും എന്ത് കൂട്ടായ്മ, പൊരുത്തം? അല്ലെങ്കിൽ ഈ 4 പോയിന്റ് അവിടെ കിടക്കുന്നത്. ഈ 4 പോയിന്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ആത്മീയരോ ജനീകരോ ഒന്ന് നോക്കിക്കോ. നിങ്ങൾ ആത്മീയരാണെങ്കിൽ അവൻ അകത്തുള്ളവർ, പൗലോസ് പറയുന്നു, അകത്തുള്ളവരെ തന്നെ എനിക്ക് വിധിക്കാൻ പറ്റും, പുറത്തുള്ളവരെ വിധിക്കാൻ പറ്റുകയില്ല. അപ്പോ മനസ്സിലാക്ക്, ദൈവാലയത്തിനും വിഗ്രഹത്തിനും യോഗ്യതയില്ലെന്ന് ദൈവം പറയുന്നു. നാമല്ലോ ദൈവത്തിന്റെ ആലയം. അവൻ ഇരുളിനും വെളിച്ചത്തിനും എന്ന് യോഗ്യ. രക്ഷിക്കപ്പെടാത്തവൻ അവിശ്വാസിയ, അവൻ ഇരുട്ടത്ത് കിടക്കുന്നവനാ. ഇരുട്ടത്ത് കിടക്കുന്ന അവിശ്വാസി ആരുമല്ല, പിശാചിന് വേദപുസ്തകം പറയുന്നു. നമ്മൾ വെളിച്ചത്തിലുള്ളവരാ. നമ്മളെ വെളിച്ചം കാണാൻ പിശാച് ഓടണം. അടുത്ത് പറഞ്ഞിരിക്കുന്നു, വലിയ ആളിലും അവർക്കൊന്നും ഓഹരിയുണ്ട്, അവന്റെ കൂടെ ഒരു ഓഹരിയുമില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് മാത്രമല്ലേ ഓഹരിയുള്ളൂ. രക്ഷിക്കപ്പെടാത്തവരെന്ന് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവനും നിനക്കും ഓഹരിയില്ല. അവരെ ഓഹരി നിത്യനാശമെന്ന നരകവും, നമ്മൾ ഓഹരി നിത്യരക്ഷയെന്ന സ്വർഗരാജ്യവും. അതോ സ്വർഗത്തിൽ അടയാളം കണ്ടത്. അപ്പോ ഇന്ന് രാത്രി മനസ്സിലാക്കിയപ്പോൾ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് തെളിയിക്കാൻ പറയുന്നു. പൗലോസ് പറയുന്നു, അവര് തെളിയിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ് വലുത്. അവര് തെളിയിക്കുന്നു, നമ്മൾ തെളിയിക്കുന്നത് യേശുവാണ് വലുതെന്ന്. അവര് പറയുന്നു, അമ്മ അല്ലാതെ മകനെന്ന് വന്നു. ടെസ്റ്റ് വേദിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? അവര് മറിയ ഒരു വാടക അമ്മയായിട്ട് കൊണ്ടുവരുന്നു. നമ്മൾ അങ്ങനെയില്ല. നമ്മളെ കൊണ്ടുവന്നത് നിത്യജീവന് വേണ്ടി സ്വന്തം രക്തത്താൽ വിലക്ക് വന്നു. അവര് പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ പോലെ ഉണ്ടാക്കി വെക്കുകയാണ്. ബൈബിൾ പറയുന്നു, ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മേലെ ഒരു വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, അതിന് മുമ്പിൽ പോകരുത്, അത് നമസ്കരിക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോ ഇവർ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ എന്തിനാ അതിന്റെ ഒപ്പം തിരികൊളിച്ച് വെക്കുന്നത്? അപ്പോ മനസ്സിലാക്കുന്നത്, അവർക്കും നിനക്കും ചേർച്ചയില്ല. അവരെ ഉമ്മര് തിന്നാൻ പോലും പാടില്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. പറഞ്ഞ അനുസരിക്കാത്തവർക്ക് ഒരു തിന്നാൻ പോലും ചെയ്യില്ലെന്നാണ് എടുത്തുപാട് വായിച്ചത്. അവർക്കൊരു യോഗ്യത, നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തവർക്ക് പെരുമാറുന്ന യോഗ്യത അവർക്ക്, നമ്മൾക്ക് ചേരാനുള്ള യോഗ്യത അവർക്കില്ല. നിങ്ങൾ പറയുന്നത് കളിയാക്കും, പുച്ഛിക്കും. അപ്പൊ അവർക്ക് തിന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പറഞ്ഞാക്കി ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളെ കളിയാക്കും. അവർക്ക് കളിയാക്കിയവർ നിങ്ങൾക്ക് അവരും ആഹാരം വെച്ച് യോഗ്യത ഉണ്ടോ? അപ്പോ മനസ്സിലാക്കുന്നത്, അതാണ് വെളിച്ചത്തിനും ഇരുളിനും എന്ത് യോഗ്യത? നമ്മളിലോ ദൈവത്തിന്റെ ആലയം. ഈ ആലയത്തിനകത്ത് ഒരു വിഗ്രഹങ്ങളെ കയറ്റി വെക്കാൻ പറ്റില്ല. ഈ ആലയത്തിൽ വസിക്കുന്നത് യേശുവാ. എന്റെ ആലയത്തെ നശിപ്പിക്കുന്നവന് ഒന്ന് വരുന്നത് മൂന്നാമത്തേവ അവനെ ഞാൻ നശിപ്പിക്കും. വിവച്ചാരിയോട് ചേരുന്നവൻ ഒരേ ശരീരമാകുന്നതുപോലെ യേശുവോട് ചേരുന്നവൻ ഒരേ ശരീരമായി മാറും. അപ്പോ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ലോകത്തിലുള്ളവരല്ല, നിങ്ങൾ സ്വർഗീയവരുള്ളവരാ. ലോകത്തിന്റെ പ്രതിമ ധരിച്ച ഒരു കാലത്ത് ഇപ്പൊ ലോകത്തിന്റെ പ്രതിമയിലില്ല നിങ്ങൾ ഇരിക്കുന്നത്, സ്വർഗീയ പ്രതിമ ധരിച്ചവരാ. അപ്പൊ ഓടുന്ന പറയുന്നത് ഓടരുത്, നിങ്ങൾ ഓടുന്നത് അവൻ എനിക്കൊരു രക്ഷയുണ്ട്. ആ രക്ഷയുടെ മുമ്പിലേക്ക് ഞാൻ ഓടുകയാണ്. അത് യേശുവിന്റെ പിന്നിലേക്ക് പോകുന്ന. അതാ സ്നാപയോഹൻ പറയുന്നു, ആമേൻ, ഞാനോ കുറയനും എന്റെ ദൈവം വളരണമെന്ന്. ഇപ്പോ എല്ലാരും നരകവാതിലെ തുറന്നു കൊടുക്കുന്നു. അനേക സഭകള് നരകത്തിന്റെ വാതിലെ ഈ വെളിപ്പാട് വന്നെന്ന് വായിക്കുമ്പോ അനേക സഭകള് നരകത്തിന്റെ വാതില് തുറന്നു കൊടുക്കുന്നു. സത്യ സുവിശേഷം എന്താണെന്ന് അറിയാതെ അവൻ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നിന്ന് ലോകത്തിന് കാണുന്നതെല്ലാം ദൈവമാക്കി അവൻ സദൃശ്യമാക്കി തീർത്തു. ലോകത്തിൽ കാണുന്നതും ദൈവമല്ല. ആമേൻ. രക്തം ചിന്തിയില്ലെങ്കിൽ ഒരുത്തിന് പാപമോചനമില്ല. ആർക്കാണ് രക്തം ചിന്തിയത്? നിങ്ങൾക്കാട്ട് ഇവർ പറയുന്ന വെളിപ്പാട് 12 പറയുന്ന ലോകത്ത് ജനിക്കാത്ത സ്ത്രീ രക്തം ചിന്തിയോ?
കല്ലമാല അടിച്ചുവിട്ടി 53 പ്രാവശ്യം കൊന്നേണി കളിച്ച് കിടക്കുന്നത് അതിട്ട് പ്രയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? മറിയ വരെ പ്രാർത്ഥിച്ചത് വേദപുസ്തകത്തിലുണ്ട്. മറിയ എങ്ങനെ പറഞ്ഞു? അവൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യും, ഞാൻ പറയുന്ന ചെയ്യണ്ടെന്നാ പറഞ്ഞു. യോഹന്നാൻ 2 പറഞ്ഞതാ. യേശു എന്ത് പറയുന്നു അതോ ചെയ്യും. യേശു പറയാനോ ചെയ്യുന്ന പിന്നെ അവരാണ് അവൻ ലോകത്തുള്ള പീഡിതക്കാരാണ്, അനുസരിക്കാത്തവരും അനുസരണം കെട്ടവരും, അവർക്ക് നിത്യനാശമാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ആരായിരിക്കണം? അനുസരണമുള്ള ദൈവമക്കളായിരിക്കണം. നിങ്ങൾ ആരായിരിക്കണം? ദൈവത്തെ ശുദ്ധ ഹൃദയത്തോട് മനസാക്ഷിയോട് ദൈവത്തെ സേവിക്കുന്നവരായിരിക്കണം. ലോകത്തെ സേവിക്കാൻ വയ്യ, നിങ്ങൾ ഇടറി വീഴ്ന്നു പോകും. അവൻ ദൈവത്തെ സേവിച്ചാൽ നിങ്ങൾ നിലനിൽക്കും. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ.